എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ഒരു ആശയമായിരുന്നു ഇന്നെനിക്ക് മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. അത് എനിക്കിന്ന് ആദ്യമേ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനു മുമ്പേ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിൽ നിന്ന് കേൾക്കേണ്ടിയിട്ട് വന്നു. എനിവേ, നമുക്ക് കേരളത്തിൻ്റെ ഈ ആരോഗ്യരംഗത്തെക്കുറിച്ചൊന്നും പറയാനിപ്പോൾ എല്ലാവർക്കും അതറിയാമെന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും കയറി എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കേവലം 300 രൂപയ്ക്ക് ഡെയിലി ശമ്പളം ചെയ്ത് ഒരു മോളെ BSc നഴ്സിംഗ് പഠിപ്പിക്കാൻ ശ്രമിക്കവേ അതിനെന്തോ ഗുരുതരമായ രോഗം വന്ന് അതിൻ്റെ ചികിത്സയ്ക്കായി ഈ അമ്മ മോളെയും കൊണ്ട് കോട്ടയം ജനറൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ഒപ്പം ഒരു മോനെ പഠിപ്പിച്ച് അവന് ജോലി ആദ്യമായി കിട്ടി. ആദ്യമായി കിട്ടിയ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി, അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആ മോന് ലഭിച്ച സമ്മാനം അമ്മയുടെ മൃതശരീരമായിരുന്നു. എന്തൊരു ദുഃഖകരമായ വാർത്തയാണ്. ആ അമ്മ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കിടക്കുമ്പോൾ ഒരു മന്ത്രിയും ഒരു 2 മന്ത്രിമാർ, ഒരു മന്ത്രി എന്തോ ആ നാട്ടുകാരൻ, വേറൊരു മന്ത്രി ഈ ആരോഗ്യരംഗത്തെ ചീഫ്, ഏറ്റവും ഹൈ ലെവലിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു സിസ്റ്റം കേടെന്നും പറഞ്ഞ് മാറി നടക്കുന്ന അവർ 2 പേരും ആ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ മന്ത്രിമാർ 2 പേരും ശ്രദ്ധിച്ചെങ്ങനെ നടക്കുക. മന്ത്രിമാർ വന്ന് അവരുടെ കുശലപ്രശ്നങ്ങളും നേതാക്കന്മാരും പരിവാരങ്ങളെ വന്ന് മന്ത്രി അങ്ങ് പോയി. അവസാനം സംഭവിച്ചു, പാവം പിടിച്ചൊരു സ്ത്രീ അവശിഷ്ടത്തിൻ്റെ ഉള്ളിൽപ്പെട്ടു മരണമടഞ്ഞു. എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല, അത് അവിടെ ഉപയോഗിക്കുന്നു. അവിടെയാണ് ആ വാടി കിടന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബാത്റൂമായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ഇത്ര ഇത്. പക്ഷേ ഈ മന്ത്രി, ആരോഗ്യമന്ത്രിയോട് അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ബൈബിൾ വെച്ചാണ്, ബൈബിളിലെ വാചകങ്ങളാണ്. ഇവരെ മന്ത്രിയാക്കാൻ വേണ്ടി കുറേ മെത്രാന്മാരും മെത്രാന്മാരും ഈ തിരുമേനിമാരും ഒക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. അവരോട് പറയാണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നയാളെങ്കിൽ ദയവ് ചെയ്ത് ആ മന്ത്രി നിങ്ങൾ റെക്കമെൻഡ് ചെയ്താണ് ഈ വീണ ജോർജ് എന്നൊരു അവർ മന്ത്രിയായത്, അവരെ കൊണ്ട് രാജിവെപ്പിക്കുക. അവരന്ന് സത്യവാചകം ചൊല്ലിയത് ക്രിസ്തുവിൻ്റെ വാചകങ്ങളെല്ലാം പിശാചിൻ്റെ ചെകുത്താൻ്റെ വാചകങ്ങളായിരുന്നു. അതാണ് ഈ കേരളത്തിലുള്ള ജനങ്ങളിങ്ങനെ സഹിക്കേണ്ടി വരുന്നത്. രോഗികൾ ആവലാതിപ്പെടുന്ന, രോഗികൾ കഷ്ടപ്പെടുന്നു, യാതൊരു നിവൃത്തിയില്ലാതെ. ഒരു ഡോക്ടർ എന്തോ അതിനൊരു ഒരു വിഷമം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ചുരുട്ടാൻ വേണ്ടി കുറേ അലപലാതി പാർട്ടിക്കാരും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, പോണ വഴിക്ക് എങ്ങാണ്ട് ദേഹാസ്വാസം അതെല്ലാം വിടൽച്ച. കൊട്ടാരക്കര ആശുപത്രി പോയി എന്തോ ദേഹാസ്വാസം ഇതൊന്നും മനുഷ്യനെ ഫൂളാക്കാൻ സാധിക്കുന്ന ഗിമിക്സ് അല്ല, ഇതെല്ലാവർക്കും അറിയാം. പിന്നെ ഒരു മരാമത്ത് മന്ത്രി ഇതുവരെയായിട്ട് വാ തുറന്നില്ല. അവർക്കൊക്കെ സാധനം ആൾക്കാരെ കൊല്ലുക, വെട്ടുക, ഇത് അതിൻ്റെ ഒരു പരമ്പരയായി നടക്കുന്ന ഇവർക്ക് ഇതിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ചെയ്യാനുള്ളത് പുതിയൊരു ബ്ലോക്ക് തുറക്കുന്നുണ്ടല്ലോ, അത് ഏതോ മന്ത്രിയെ വെച്ചിട്ട് തുറക്കാനുള്ള എന്തോ കുറേ PR വർക്കും അതെല്ലാം കൂടെ ആശുപൂഷം നടത്താൻ വേണ്ടിയാണ്. വേണ്ട, അത് നിന്നു കെട്ടി ആരുടെയോ ഡേറ്റും കാത്തിരിക്കുകയായിരിക്കും. അതെന്തായിക്കോട്ടെ. പക്ഷേ സണ്ണി പറഞ്ഞത് ആ ബ്ലോക്കിന് ഇന്ന് മരിച്ച സ്ത്രീയുടെ പേര് കൊടുക്കണമെന്നാണ് നല്ലത്. ഞാൻ പറയുന്നത് അതിലുപരി അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കി ഈ മരിച്ച സ്ത്രീയുടെ ഫോട്ടോ വയ്ക്കണം, അതിൻ്റെ പിന്നിൽ എഴുതി വയ്ക്കണം, ഇതിന് ഈ ആത്മാവിനും കൂടി നിത്യശാന്തി നേരുന്നു. ഈ സ്ത്രീക്ക്, ഈ ബിന്ദുവിനെ മരണത്തിലേക്ക് വലിച്ചിഴച്ച അതിൻ്റെ കാരണക്കാരിയായ ഈ മന്ത്രിയെ
ദൈവം ഞങ്ങളിൽ നിന്നും പാവപ്പെട്ട മനുഷ്യരിൽ നിന്നും അകറ്റി തരണമെന്നുള്ളൊരു ബോർഡും എഴുതിയ ഒരു സ്മൃതി മണ്ഡപം അവിടെ സ്ഥാപിക്കുകയാണ്. അതാണ് ആർജവമുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണുന്ന എല്ലാവരും ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ഫോട്ടോ കാണാൻ പറ്റും. അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി പബ്ലിക് ദൈവത്തിനോട് അപേക്ഷിക്കുന്നതും കാണും. ആ 2 വാചകം എഴുതിയ സ്മൃതി മണ്ഡപം ഉണ്ടാക്കുകയും ഒപ്പം ഈ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ ആ ബ്ലോക്കിന് ഈ ബിന്ദുവിൻ്റെ പേരും ഇടുക. അപ്പോൾ എല്ലാ കാലത്തും ബിന്ദുവിനെ ഓർമ്മിക്കുന്നവർ മന്ത്രി വീണരാജിനെ ഓർമ്മിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു പ്രതിവിധിയില്ല, ഒന്നുമില്ല. അവർ മന്ത്രി പറഞ്ഞ് ഇനി എന്തായാലും അടുത്ത മന്ത്രി അവരാകില്ല. അപ്പോൾ ആ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഈ മന്ത്രിയുടെ ഫോട്ടോ കാണാൻ പറ്റും, അതിൻ്റെ മുകളിൽ ബിന്ദുവിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്കിതിൽ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. കാരണം ഇവർ ആ പാവം പിടിച്ച ആശാന്മാരെ ഒരുപാട് കളിയാക്കി, അവരെ വളരെ മോശമായി ചിത്രീകരിച്ചു. അവർ എന്ത് വേണമൊക്കെ കാണിക്കേണ്ട ആ ഹുങ്ക് ഈ ആരോഗ്യമന്ത്രി അവരോട് എന്തൊക്കെയോ കാണിച്ചു. അവർ ഒത്തിരി അതിന് ദൈവം കൊടുത്തൊരു ശിക്ഷയാണ്. ഈ ആരോഗ്യമന്ത്രിക്ക് ഇനി ഒരിക്കലും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റില്ല. അവരെവിടെ കിടന്നാലും ഈ ബിന്ദുവിൻ്റെ ആത്മാവ് ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കണം. ചെയ്ത തെറ്റിനെ മനസ്സിലാക്കണം, ദൈവത്തിനോട് മാപ്പപേക്ഷിക്കണം. എനിക്ക് പറ്റിപ്പോയ തെറ്റിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഇതിൻ്റെ ഏറ്റവും വലിയ തെറ്റെടുക്കുമ്പോൾ ഈ സ്ത്രീയെ മന്ത്രിയാക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഈ സഭയിലെ മേലത്തേശന്മാർ അവർ കാണിച്ചത് വലിയ ക്രൂരതയായിപ്പോയി. അത് ക്രൂരത അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് നാളെയെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മന്ത്രി രാജിവെപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത കൊടും പാവമായിപ്പോയി. രാഷ്ട്രീയത്തിൽ നിങ്ങൾ മതം കലർത്തലായിരുന്നു. നിങ്ങൾ മേലധ്യക്ഷന്മാരായിരുന്നാൽ നിങ്ങൾ രാഷ്ട്രീയം കളിച്ചു. ഒരു കഴിവും ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചൊരു മന്ത്രി, അതും വിദ്യാഭ്യാസ മന്ത്രിയാക്കിയത് മോശമായിപ്പോയി. ഈ സ്ത്രീയുടെ ജീവന് നിങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റുമോ? ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ട നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട അമ്മയെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മേലത്തേശന്മാരെ, നിങ്ങൾ ചെയ്ത് കൊടും ചതിയാണ്. അതുകൊണ്ട് സാധിച്ചാൽ നിങ്ങൾ മന്ത്രിയാക്കിയ വീണ ജോർജിനെ നാളെ തന്നെ രാജിക്കത്തെഴുതി അവരെ ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനായി എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സാധിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും അറിയിക്കുക. കാരണം ഈ സ്മൃതി മണ്ഡപം അവിടെ ഉയർത്തണം, അവിടെ ഉയർന്നിരിക്കും എന്നുള്ള ഇത് എല്ലാവർക്കും അറിയാൻ വേണ്ടി. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.